അനുമോളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ രേണുസുതിയൊക്കെ എത്രയോ ക്വാളിറ്റി ഉള്ള ആളാണ്. അക്ബറും ശരത്തും കൂടെ ലാലേട്ടൻ പോയ ശേഷം ഒരു സോഫയിലിരുന്ന് അവിടെയുള്ള എല്ലാവരെയും പറ്റി വിലയിരുത്തുകയാണ്. കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞ കോമഡിയാണ് കേട്ടോ, ചിരിച്ചു മടുക്കും. ആദ്യം തന്നെ അവർ അനുമോളുടെ കാര്യമാണ് പറയുന്നത്. അനുമോൾ എന്ത് ഫേക്കാണല്ലേ, അവളൊരു മൈൻഡ് ഗെയിമറൊക്കെ നല്ലൊരു മൈൻഡ് ഗെയിമറാണോ എന്ന് ചോദിച്ചാൽ ഓക്കെ, നല്ലൊരു ഗെയിമറാണ്. പക്ഷേ അനീഷിനെ പറ്റി അറിയാമല്ലോ, അനീഷ് ഒരു സാധാരണക്കാരനാണ്. അപ്പോൾ അനീഷിന് അത്യാവശ്യം പുറത്ത് സപ്പോർട്ടുണ്ടെന്ന് അനുവിന് മനസ്സിലായി. അതുകൊണ്ടാണ് അനു എപ്പോഴും അനീഷിൻ്റെ പുറകെ നടക്കുന്നത്, അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അക്ബറും ശരത്തും പറയുകയാണ്. ആ കൂട്ടത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഈ ഫേക്ക് കളിക്കുന്ന അനുവിനേക്കാളും എത്രയോ ക്വാളിറ്റി ഉള്ള പ്ലെയറാണ് രേണുസുതി എന്ന് അക്ബർ പറഞ്ഞു. അപ്പോൾ ശരത്ത് അതിനെ ഏറ്റുപിടിക്കുന്നുണ്ട്. എടാ ശരിയാടാ, നീ പറഞ്ഞ് വളരെ ശരിയാ, നല്ല ഡീസൻറ്റ് ഗെയിമാണ് രേണു, നല്ല അടിപൊളി ഗെയിമറാണ് എന്ന് ശരത്തും പറയുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ബാക്കിയുള്ളവരെ പറ്റി പറയുന്നത്. എടാ ഇവരൊക്കെ എല്ലാവരും ഇനി ഒറ്റ ഗ്യാങ്ങായി പോകുമോ? നമ്മൾ വിചാരിച്ചിരുന്നത് ആദ്യം ഇവരെല്ലാം നമ്മുടെ കൂടെയാണെന്നാണ്. പക്ഷേ നമ്മൾ രണ്ടുപേരുമാണ് ഒറ്റ, ബാക്കി എല്ലാവരും ഇപ്പോൾ ഒന്നിച്ചു, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ പുറത്തായി എന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അക്ബർ പറയുകയാണ്, ഇനിയിപ്പോൾ ആര്യനെയും നമ്പാൻ പറ്റൂല, ആര്യൻ ഇപ്പോൾ അനുമോളുടെ കൂടെ എപ്പോഴും നടക്കുന്നത്. അപ്പോൾ അടുത്ത് ശരത്ത് പറയുക, ഷാനവാസിൻ്റെ ഷോ ഒരു സൈഡിൽ കൂടെ അങ്ങനെ. ഷാനവാസിൻ്റെ വിചാരം അവനെന്തോ വലിയ തേങ്ങയാണ്, അവനെന്തോ വലിയ പുറത്ത് എന്തോ ഭയങ്കര വലിയ സപ്പോർട്ടാണ്, വലിയ ആളാണെന്നാണ് അവൻ്റെ വിചാരം. ആ കണക്കിനാണ് അവൻ ഇതിലേക്കൂടെ നടക്കുന്നത് എന്ന് ഷാനവാസിനെ പറ്റി പറയുന്നു. പിന്നെ രണ്ടുപേരും കൂടെ ഒരേ ഒരു കാര്യം പറഞ്ഞത്, ഇവിടുത്തെ ഏറ്റവും നല്ല ഗെയിമർ ഞാൻ നോക്കിയിട്ട് ജിസേല അത്യാവശ്യം കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെ പറ്റിയുള്ള അഭിപ്രായമാണ് ശരത്തും അക്ബറും പറഞ്ഞത്. ഇവർ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.